ഒരു മാറ്റ് ബുക്ക് വേണോ? പുതിയ സാധനം കേട്ടാ, പഴയൊന്നുമല്ല. മാറ്റ് ബുക്ക് പ്രോ M1 ആണ് മോഡൽ. ടച്ച് സ്ക്രീനാണ്. ഗൈസ്, പുതിയൊരു അതിഥിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മാറ്റ് ബുക്ക് പ്രോ ഗൈസ്, ഒരു അപാര സാധനം തന്നെയാണ് കേട്ടാ. ഇനി ഗെയിം കളിക്കണമെങ്കിൽ ഗെയിമിംഗ് പ്രൊസസർ ഉണ്ടോ എന്നൊന്നും ചോദിച്ചുള്ളത് എല്ലാത്തിനും പറ്റിയ ഒരു അടാർ സാധനമാണ് എന്റെ മുക്കിരിക്കുന്നത്, എന്റെ മുന്നിൽ ഇരിക്കുന്ന സാധനം. അപ്പൊ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ M1 ആണ് ഇതിന്റെ മോഡൽ. 8GB റാം ഉണ്ട്, 500GB സ്റ്റോറേജ് ഉണ്ട്. പോരെ പബ്ജി കളിച്ചൂടെ, ഫ്രീ ഫയർ കളിച്ചൂടെ, എന്തിനോടെയും കളിക്കാം. കിടിലൻ സാധനം. ഡിസ്പ്ലേ ഒക്കെ ഇത് വേറെ പണി ചെയ്ത പീസൊന്നും അല്ല, പുതിയ പീസാണ് വിത്ത് ചാർജർ. മൊബൈലിന്റെ ചാർജറാണ് കേട്ടോ. 60 MB വാട്ടൊക്കെ വരുന്ന 67 വാട്ടിന്റെ ആണ്. മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, മൂടി സാധനം. അപ്പൊ ഈ ഒരു സാധനമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഒബ്ബാനങ്ങളുടെ ഡിസ്പ്ലേ, അതിന്റെ ഒരു മാറ്റിംഗ് ഉണ്ടല്ലോ, ബോഡി സാധനം കേട്ടാ, ബോഡി സാധനം. അപ്പൊ ഇന്ന് നമ്മൾ അതിഥി എന്ന് പറഞ്ഞാൽ ഇവനാണ് സാധനം. ഇതിന്റെ ക്യാമറ ഒന്നും എടുത്ത് നോക്കാൻ പറ്റൂല. ഇതിന്റെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? നമ്മൾ പറയുന്നത് കേട്ടാ, അതൊന്നും നടക്കാത്ത കാര്യം. അതിന്റെ സാധനം സെറ്റ് ചെയ്യണമെന്ന് അവിടെ കളി ഇത്. സോറി. ഓക്കെ ഓക്കെ, വേണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ മേഡം. Open the camera. Open the camera. Sorry. അവൻ ഇതില് സെറ്റ് ആവൂല. കണക്ഷൻ ശരിയല്ല. Immediately open camera. ഒന്നും പറയാനില്ല. മനസ്സിലായല്ല? ഈ മൂവ്മെന്റിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ മോശമായ കാര്യമാണ്, വളരെ വൃത്തിഹീനമായ സാധനമാണ് നീ ചെയ്യാൻ പോയത്. ഒരു ലുക്ക് അല്ലേ? ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ, ഇവിടെ താഴെ ടച്ച് സ്ക്രീൻ അല്ല, ഇങ്ങനെ ടച്ച് സ്ക്രീൻ അല്ലേ സംഭവം. സ്ക്രീനാണ്, ചെറിയൊരു സ്ക്രീൻ ഇവിടെ ഉണ്ട്. അത്രമാത്രം വില ഉണ്ട് കേട്ടോ സാധനത്തിൽ. ഈ താഴെയിട്ട് കീബോർഡിൽ തന്നെ ഇങ്ങനെ താഴെയിട്ട് ഈ കാണുന്ന, ഞാൻ വിചാരിച്ച ബട്ടണായിരിക്കും. അപ്പൊ ഇത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കീബോർഡിൽ വരുന്ന സ്ക്രീനാണ്. നമുക്ക് എല്ലാം ടച്ച് പൊളിയേട്ടാ. ഇത് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഡിസ്പ്ലേയിൽ വേറെ ഒന്നും നോക്കണ്ട. ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അബ്ബാടെ ക്വാളിറ്റി. വീഡിയോ കാണാൻ ഇതിൽ എന്നാ വീഡിയോ കാണണം. പിന്നെ ഉണ്ട് വേറെ ഇതില് കംപ്ലൈന്റ് ആയിട്ട് എടുത്തു പറയാനായിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല. സാധനം പുതിയ സാധനമാണ്. കംപ്ലൈന്റ് കണ്ടുപിടിച്ച് ഇതിന്റെ വില കുറയ്ക്കാന്ന് നോക്കല്ലേ. മാറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സാധനം. 14 ഇതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പം അത് എനിക്ക് അങ്ങോട്ട് വേണ്ട, അത് നിങ്ങൾ വേറെ വീഡിയോ കണ്ട് പഠിച്ചാൽ മതി എന്താണ് സംഭവം. വേറെ ഒന്നെടുത്ത് പറയാനൊന്നുമില്ല ഗൈസ്. ഇത് വന്നിട്ട് 60,000 രൂപ. ഇത്ര 60,000 രൂപയാ ഈ സാധനത്തിന്? എന്റെ പൊന്നെ, അത്രയും വില ഉണ്ട്. അപ്പൊ 60,000 രൂപയ്ക്ക് ഇതിന്റെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. ഇനി നിങ്ങൾ കമന്റ് പോയി അത്ര അല്ല, ഇത് ഇത്രയും വില ഒന്നും ഇല്ല. സാധനം 40,000 രൂപ 30,000 രൂപയ്ക്കൊക്കെ ഈ ഒരു പെട്ടി സാധനം കിട്ടും. അതിന് 60,000 രൂപ കിട്ടാൻ നമ്മൾ എവിടെ നിന്ന് തരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും നോക്കിയില്ല, വന്നതേ ഉള്ളൂ. ഞാൻ വില അങ്ങനെ എന്താ പറഞ്ഞ വില ഞാൻ അങ്ങനെ പറഞ്ഞു. ഇനിയാണ് എനിക്ക് ഇതൊക്കെ നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ പറയും, നിനക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കണ്ടേ? ശരിയാണ്, എനിക്ക് അതൊന്ന് നോക്കണം. നോക്കിട്ടേ വീഡിയോ പോസ്റ്റ് ചെയ്യോള്. MacBook M1 8GB RAM, 512 storage. Apple MacBook M1 today price 66,000 ഉള്ളൂ. അപ്പൊ നഷ്ടം അല്ലേ? 60,000 രൂപയ്ക്ക് നഷ്ടമല്ലേ? 2020 അതിനാണ് സാധനം. 2020 ഒരു ലക്ഷം. അതാണ് 1,50,000 രൂപ ഉണ്ടല്ലേ? 1,06,000 രൂപ സാധനം. 512 SSD M2 ആണ് ഇത്.
M1 MacBook Air laptop with M2 chip in laptop. M1 എടു. അപ്പൊ നഷ്ടം കേട്ടാ. 66 നഷ്ടം. തിരിച്ച് നമുക്ക് വേണ്ട. നമ്മൾ എടുക്കൂല, നിങ്ങൾക്കും തരൂല. MacBook തന്നെ MacBook M1 ആപ്പിൾ M1 67 വരെ ഉള്ളൂ. 70 ഉള്ളൂ. 70 ഉള്ളെങ്കിൽ 66 തന്നെ കേട്ടോ. 66 ആകുമ്പം നഷ്ടമാണ് ഈ സാധനം. അവ മാക്സിമം എത്ര കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ആളെ നമുക്ക് അറിയാന്നുള്ള ആളെയാണ്, ഞാൻ അവരുടെ വാങ്ങിച്ചു തരാം. ഓക്കെ, എത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. 60,000 നഷ്ടം തന്നെ. കീബോർഡിലെ ടച്ചുള്ള സാധനമാണ്, വില വരും. MacBook Pro അല്ലേ? ഇത് ഏതാണ്? Pro ആണ് കേട്ടോ. പ്രോ എയർ അല്ല, പ്രോ. ആപ്പിൾ M Pro M1 Pro. MacBook Pro. ഞാൻ എടുത്തുതരാം, കറക്റ്റ് എടുത്തുതരാം. ഇത് നോക്ക്, ഇതാ പ്രോ, മാക്ബുക്ക് പ്രോ, ആപ്പിൾ M1. ചിപ്പാണ് M1. ഇത് ചിപ്പിലാണ്. 70 വരെ തന്നെ. അപ്പൊ അത് നഷ്ടം. 66 സംതിങ് ആണ് ഇറങ്ങുന്നത് ഓൺലൈനില്. അപ്പം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 95 രൂപ ഇപ്പൊ ഓഫർ പ്രൈസ് എന്താണ് കിടക്കുന്നത്? 1,00,000 അടുപ്പിച്ച് ഒറിജിനൽ വില ഉണ്ട്. ഓഫർ വന്നിട്ട് ഇപ്പം ലാസ്റ്റ് 66 കൊടുത്തേക്കുന്നത്. അപ്പം ഒരു 60,000 രൂപയ്ക്ക് താല്പര്യമുള്ളൊരു വിളി. പുതിയ സാധനം തന്നെയാണ്, പഴയതൊന്നുമല്ല അല്ലെ. ഇപ്പൊ താല്പര്യം നീറ്റ് പീസാണ്. വേറെ ഡിഫക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറയാനൊന്നുമില്ല. താല്പര്യമുള്ളവര് ഇതിനു വേണ്ടിയിട്ട് എന്നെ വിളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരം ബാക്കിൽ നിന്ന് വരും. അടുത്ത വീഡിയോയിൽ കാണാം.